യൂട്യൂബ് ചാനൽ. ഐ എം ക്രിസ്റ്റീന ആന്റണി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും യെസ്, ദിസ് ഈസ് മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഫൈനലി ഞാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ അത്തത്തിൻ്റെ ഒരു ആശംസ നൽകാണ് കേട്ടോ. ഓണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യത്തെ ദിവസമാണ് അല്ലേ അത്തം. ഇനി ഓണം വരാൻ പോവാണെന്ന് അറിയിക്കുന്നതാണ് അത്തം. അതെ, അതുപോലെ തന്നെ ഇനി എനിക്ക് 2 പ്രത്യേകതകളുണ്ട്. അതെന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കണേ? യെസ് ഗൈസ്, ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അതിൻ്റെ തെറ്റുകുറ്റങ്ങളും എല്ലാം നിങ്ങൾ ക്ഷമിക്കും. യെസ് ഗൈസ്, ഞാൻ ഡ്രസ്സെല്ലാം മാറി വന്നു. അപ്പോൾ നമുക്കിപ്പോൾ പോകാനുള്ള ഓട്ടോ വരും. അപ്പോൾ നമുക്ക് പോകണം. രണ്ടാമത്തെ കാര്യം, അത് ഞാനൊരു സസ്പെൻസ് ആക്കി വെച്ചേക്കായിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ സസ്പെൻസ് നമുക്കൊന്ന് പൊളിച്ചാലോ. അപ്പോൾ നമ്മൾ പോകുന്നത് സദേൺ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നടത്തുന്ന ഓണാഘോഷ പരിപാടിക്കാണ് കേട്ടോ. ഓണാഘോഷത്തിൻ്റെ പേര് ഓണപ്പുലരി 2025. അവിടെ ഓണസദ്യയുണ്ട്, ഓണപ്പാട്ടുണ്ട്, ഓണക്കളികളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ആസ്വദിക്കില്ലേ അല്ലേ. ഓണപ്പുലരി 2025 തന്നെ ആവട്ടെ അത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സദ്യ നമുക്ക് അവിടെ കഴിക്കാം. അതുപോലെ പായസം എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലോ അല്ലേ. പപ്പടം പഴം പായസം ഇതൊരു വൈബ് തന്നെയാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമല്ലേ. അങ്ങനെ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഗൈസ്, നമുക്ക് പോയിട്ട് വന്നാലോ. നിങ്ങളുടെ കൂടെ പോരില്ലേ? ഓക്കെ, ബൈ. പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ കയറി അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ കണ്ട് തൃശ്ശൂരിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളവിടെ എത്തുമായിരുന്നു കേട്ടോ. തൃശ്ശൂർ മിഷൻ ക്വാർട്ടേഴ്സിന് അടുത്തുള്ള ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അവിടെ ആദ്യമായിട്ട് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കസ്റ്റമേഴ്സ് എന്ന രീതിയിലല്ലായിരുന്നു ഞങ്ങൾക്കൊരു വെൽക്കമിങ് കിട്ടിയത്. നമ്മളൊരു ഫാമിലിക്ക് കിടക്കുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടില്ലേ, നമ്മൾ വീട്ടിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ വെൽക്കം ചെയ്യില്ലേ, ആ ഒരു ഫീലായിരുന്നു. പരിചിതമായ മുഖങ്ങളുണ്ട്, എന്നാൽ അപരിചിതമായ മുഖങ്ങളുണ്ട്. എന്നാൽ കൂടി അതെനിക്കൊരു വീടായി തന്നെ, ഒരു തറവാട് വീടായി തന്നെ തോന്നി. എന്നാൽ നിങ്ങൾക്ക് തന്നെ കാണാം, സ്റ്റേജ് നല്ല മനോഹരമായി ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൂക്കളം അതും കണ്ടു, അതും നല്ല മനോഹരമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ അക്ഷമരായി കാത്തിരുന്ന നമ്മുടെ ഓണാഘോഷ പരിപാടിക്ക് ഈശ്വര പ്രാർത്ഥനയോട് കൂടി തന്നെ തുടക്കം കുറിച്ചു. ശേഷം വിശിഷ്ട വ്യക്തികളെ അണിനിരന്ന് വിളക്ക് കൊളുത്തി ആ ഒരു ദിനം തുടങ്ങുകയായിരുന്നു, ആ ഒരു ആഘോഷം തുടങ്ങുകയായിരുന്നു എന്ന് വേണം പറയാം. ഓണത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളും അതുപോലെ തന്നെ ഓണാനുഭവങ്ങളും കുട്ടിക്കാലത്തെ ഓണവും എല്ലാം, പഴമയുടെ ഓണാഘോഷങ്ങളും ഇന്നിൻ്റെ ഓണാഘോഷത്തിൻ്റെ പുതുമയും എല്ലാം അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടം അത് വളരെ ധൈര്യപൂർവ്വം നേരിട്ട ഒരു ധീരവനിതയുടെ ഒരു അനുഭവം അവിടെ കേൾക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ കലയിലും ഞങ്ങൾ ഒട്ടും പിന്നിലല്ല എന്ന് സദേൺ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടീം അംഗങ്ങൾ അത് തെളിയിക്കുകയായിരുന്നു. കേരളം കേളികൊട്ടുയരുന്ന കേരളം പവിഴപ്പൂ പവിഴാധരം പൂ പനിനീ കേവല